ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് ഇവിടെ പറ നടക്കുന്നത്. രാത്രിയാണ് പറ വരുന്നത്. അപ്പോൾ നമ്മളുടെ റോട്ടിലാണല്ലോ, അപ്പോൾ അവിടെ ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബാല്യകാലത്തെ കുറച്ച് കൂട്ടുകാരികളെ കണ്ടത്. അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അവർ. അപ്പോൾ ഞാനിത് അവിടെ ഒന്ന് ക്ലീൻ ആക്കണ്ട്. ഇപ്പോഴും നല്ല പൊടിയായിരിക്കും കേട്ടോ, റോഡ് സൈഡ് ആയതുകൊണ്ട്. അമ്മ ഇതാ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കണ്ട്. പറക്കി വയ്ക്കാനുള്ളതാണ്. നമ്മുടെ അച്ഛൻ്റെ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ അത് ഈ വാഴയില, പിന്നെ അതുപോലെ തിരുനൂല്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേട്ടൻ നമ്മുടെ മാവിലേക്ക് ഇട്ട് കുരുത്തോലേക്ക് ഇട്ട് സെറ്റ് ചെയ്യണമല്ലോ, അതൊക്കെ റെഡിയാക്കണം. എല്ലാവരും വീടിൻ്റെ നേരെ ഇങ്ങനെ രണ്ടോ പറ വയ്ക്കുന്നത്. അപ്പോൾ ഒരു 8:30 ആവും. പണ്ടെന്നൊക്കെ പറയുമ്പോൾ 10-12 മണിയാവും പറ വരുമ്പോഴേട്ടാ. ഇത് നമ്മളുടെ ആ ഡെക്കറേഷൻ ചെയ്യുന്ന അതിൽ തൂക്കാനുള്ളതാണ് കേട്ടോ, കുരുത്തോലയുടെ കൂടെ. അങ്ങനെ കുരുത്തോല കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മാങ്ങ, ഫ്രൂട്ട്സൊക്കെ വെക്കണം കേട്ടോ പറയ്ക്ക്. അപ്പം ഞങ്ങൾ മുന്തിരി, മാങ്ങ, അങ്ങനെ കുറച്ച് ഐറ്റംസ്, പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനിത് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് തൂക്കണം. ചേട്ടൻ്റെ അതേ കുരുത്തോല കുരുത്തോല റെഡിയാക്കാനുള്ള ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേ റോഡിൽ സരിതയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡിലായിട്ടാണ് പറ വയ്ക്കണം. നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇങ്ങനെ വിൽക്കും. അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് മാലകളും പിന്നെ കുരുത്തോലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെക്കോട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആന വരും പറയെടുപ്പിന് വേണ്ടിയിട്ട്. അപ്പം നല്ല രസമുണ്ട്. ഉത്സവത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി, കാരണം എല്ലാ വീടുകളിലും ഇങ്ങനെ പറയുള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡിൽ ഒത്തുകൂടും. നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആരും പരസ്പരം കാണാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലായിട്ട് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണട്ടെ. അപ്പോൾ സരിതയുടെ കല്യാണം കഴിച്ചിരുന്ന പറവൂരാണ്. അവൾ അവിടെ നിന്ന് ഉത്സവത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതാ ഞങ്ങൾ നിലവിളക്കൊക്കെ വെച്ച് ആന ഏകദേശം അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഫ്രൂട്ട്സൊക്കെ എല്ലാം എടുത്ത് വെച്ചു. ഇനി എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ കൊളുത്ത് റെഡിയാക്കണം. അപ്പോൾ ഓരോ പറകൾ ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് ആന ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുഞ്ഞാറ്റയും മാമിയൊക്കെ വന്നിട്ടുണ്ട്. അവർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണല്ലോ വീട്. അപ്പോൾ അവരുടെ പറ കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അവരെന്തേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർ പറ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് ആന ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ 1-2 പറകളും കൂടി നമ്മളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തെടുത്തിട്ട് അടുത്തത് പിന്നെ നമ്മുടെ പറ. ഞങ്ങളുടെ പറ കഴിഞ്ഞ് ഒരു 3-4-5 പറകളും കൂടി മുന്നോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആന നേരെ പോണത് നമ്മളുടെ ഇവിടെ ഫെഡറേഷൻ പറമ്പെന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇറക്കുപൂജ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറ അവസാനിച്ചു. അപ്പോൾ ഇറക്കുപൂജ കഴിയും. ഒരു മണിക്കൂറോളം ഇറക്കുപൂജ ഉണ്ടാകും അവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ ആന നേരെ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ നമ്മളിത് ആ പറയുടെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആ പറ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ പറ തുടങ്ങുവാണ്. അവർ വന്നു, ആന വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റിയില്ല കേട്ടോ. കാരണം അമ്മ നടക്കുമ്പോൾ ഞാൻ എടുത്തു, പിന്നെ ഞാൻ നടക്കുമ്പോഴൊന്നും നമുക്ക് ക്യാമറ കൈമാറാൻ പറ്റിയില്ല കേട്ടോ ആരുടെയും. അപ്പോൾ നമ്മുടെ പറയൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നാടൻ പാട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളിവിടെ 6 പറയട്ടെ ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ അച്ഛനമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് 6 പറയാനുള്ളത്. അപ്പോൾ പെട്ടെന്നെല്ലാം നിറച്ചിട്ട്, കാരണം സമയം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ പറ കഴിഞ്ഞിട്ട് ഈ പ്രസാദമൊക്കെ എല്ലാം, പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ള ചടങ്ങാണ് കേട്ടോ. കാരണം ഇത് പണ്ടെന്നൊക്കെ പറയുമ്പോൾ രാത്രി 12 മണിയൊക്കെ ആവും കേട്ടോ പറ വരാനായിട്ട്. ഇപ്പം ടൈമും കാര്യങ്ങളൊക്കെ മാറ്റി നേരത്തെ തന്നെ എല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ എന്താ പറയുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആകും പറ തീരുമ്പോൾ. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെല്ലാ പറകളിൽ നിന്നും പ്രസാദമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവും. തിരിച്ചു വരുമ്പോൾ ഒരു കിറ്റ് നിറയെ ഫ്രൂട്ട്സ് ആയിട്ടായിരിക്കും കേട്ടോ. അതെല്ലാം ഫ്രൂട്ട് സലാഡ്, ഷെയ്ക്ക് അങ്ങനെയൊക്കെ അടിച്ച് കുടിക്കലായിരുന്നു. മെയിനായിട്ട് വെക്കേഷൻ ടൈമിലാണ് ഉത്സവം വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പറ കഴിഞ്ഞ് ഇനി മുമ്പിലോട്ടുള്ള പറകളെല്ലാം കഴിഞ്ഞ് ആന റിട്ടേൺ വന്നവരെ നമ്മളിവിടെ വിളക്ക് കൊളുത്തി ഇങ്ങനെ നിൽക്കണോട്ടെ, വിളക്ക് കെടാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പറയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സി യു.